നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഒരു തികഞ്ഞ ഹിന്ദു വിരുദ്ധ പാർട്ടി എന്ന നിലയിലാണ് കോൺഗ്രസിന്റെ മുന്നോട്ട് പോക്ക് എന്ന് തുറന്നു പറഞ്ഞ് കോൺഗ്രസിന്റെ മുൻ ദേശീയ മീഡിയ കോർഡിനേറ്റർ രാധിക ഖേര. ഇന്ത്യയിലെ കോടാനുകോടി വരുന്ന സാധാരണ ഹിന്ദുക്കളുടെ വർഷങ്ങളായുള്ള അഭിലാഷമായിരുന്ന അയോധ്യയിലെ രാമക്ഷേത്രം സന്ദർശിച്ചതിന് കൊടിയ പീഡനമാണ് തനിക്ക് കോൺഗ്രസിൽ നിന്നും നേരിടേണ്ടി വന്നത് എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് രാധിക ഖേര. ഈ രാജ്യത്തെ ഭൂരിപക്ഷ സമുദായത്തിൽ നിന്നും ആയിപ്പോയത് ഒരു കുറ്റം എന്ന നിലയിലാണ് കോൺഗ്രസ് പരിഗണിക്കുന്നത്. കൂടാതെ ഒരു സ്ത്രീ എന്ന പരിഗണന പോലും തരാതെയുള്ള പീഡനങ്ങളാണ് തനിക്ക് നേരിടേണ്ടി വന്നതെന്നും അവർ വ്യക്തമാക്കി. അയോധ്യയിലെ രാമക്ഷേത്ര ദർശനത്തിന് എതിർപ്പ് നേരിട്ടെന്നും ഛത്തീസ്ഗഡ് പാർട്ടി ഓഫീസിൽ തനിക്കെതിരെ നടന്ന സംഭവത്തിൽ പാർട്ടി നേതൃത്വം തനിക്ക് നീതി നൽകിയില്ലെന്നും ആരോപിച്ച് കോൺഗ്രസ് ദേശീയ മാധ്യമ കോർഡിനേറ്റർ രാധിക ഖേര ഞായറാഴ്ചയാണ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചത്. രാജിക്ക് പിന്നാലെ അയോധ്യയും സ്ത്രീ സുരക്ഷയും ഉയർത്തി കോൺഗ്രസിന്റെ ഹിന്ദു വിരുദ്ധത, സ്ത്രീ വിരുദ്ധത സമീപനങ്ങൾക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് അവർ. അയോധ്യ ക്ഷേത്ര ദർശനത്തിന് ശേഷം പ്രതികാര നടപടി സ്വീകരിച്ച കോൺഗ്രസ് രാമവിരുദ്ധവും ഹിന്ദു വിരുദ്ധവുമായ പാർട്ടിയാണ്. തന്നോട് മോശമായി പെരുമാറിയവർക്കെതിരെ പരാതി നൽകിയിട്ടും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് രാധിക ഖേര ആരോപിച്ചു. അതേസമയം എല്ലായ്പ്പോഴും ചെയ്യാറുള്ളതുപോലെ രാധിക ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതം എന്നാണ് കോൺഗ്രസിന്റെ പ്രതികരണം. മൂന്നാം ഘട്ട വോട്ടെടുപ്പിന് മണിക്കൂറുകൾ ശേഷിക്കെ ഞായറാഴ്ചയാണ് AICC ദേശീയ മീഡിയ കോർഡിനേറ്റർ രാധിക ഖേര കോൺഗ്രസ് വിട്ടത്. രാജിക്ക് കാരണമായും അല്ലാതെയും കോൺഗ്രസിനെതിരെ രാധിക ഖേര ഉന്നയിക്കുന്നത് ഗൗരവമുള്ള ആരോപണങ്ങളാണ്. ഒരു ഹിന്ദുവായ തന്നെ അയോധ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കോൺഗ്രസ് നേതാക്കൾ ശകാരിക്കുകയും ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തു. വലിയ വായിൽ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പറയുന്ന പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവർ മൗനം പാലിച്ചെന്നും രാധിക ഖേര പറയുന്നു. ന്യായ് യാത്രയ്ക്കിടെ ഛത്തീസ്ഗഡ് നേതാവ് സുശീൽ ആനന്ദ് ശുക്ല മോശമായി പെരുമാറിയെന്ന പരാതിയിൽ ഒരു നടപടി ഉണ്ടായില്ലെന്നും സച്ചിൻ പൈലറ്റും ജയറാം രമേശും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പരാതി കണ്ടില്ലെന്ന് നടിച്ചുവെന്നും രാധിക ഖേര കൂട്ടിച്ചേർത്തു. അതേസമയം ആരോപണങ്ങളെല്ലാം കോൺഗ്രസ് തള്ളി. രാധിക ഖേരയുടെ ആരോപണങ്ങൾ കോൺഗ്രസിനെതിരെ ആയുധമാക്കി BJP രംഗത്തെത്തിയിട്ടുണ്ട്. കോൺഗ്രസ് രാമനെതിരായ പാർട്ടിയാണെന്ന് എല്ലാവർക്കും അറിയാമെന്നും കോൺഗ്രസിൽ സ്ത്രീകൾ സുരക്ഷിതരല്ലെന്നും BJP തുറന്നടിച്ചു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.